മോദി തരംഗം രാജ്യത്ത്, കേരളത്തിൽ UDF തരംഗം. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണല്ലോ ഇന്ന് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള ചർച്ചയാണ് UDF കേരളത്തിൽ മേൽക്കൈ നേടും എന്നതിനേക്കാൾ ഉയർന്നു കേൾക്കുന്നത്. കാരണം അവിടെ UDFും LDFും ഒരേ സ്വരത്തിൽ പറയുകയാണ് BJP അക്കൗണ്ട് തുറക്കുകയില്ല എന്ന്. എന്തുകൊണ്ട് ആ രീതിയിലേക്ക് ചർച്ച വഴിമാറുന്നു കേരളത്തിൽ? തരംഗമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായി പൊതുവെ അവസാന ഘട്ടത്തിൽ കരുതപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ തരംഗമുണ്ട് എന്നതാണ് പൊതുവെ ഇപ്പോൾ കരുതുന്നത്. എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് അങ്ങനെയാണ്. എന്നാൽ ഇന്ത്യ മുന്നണി ഇപ്പോൾ പറയുന്നു അങ്ങനല്ല, യാതൊരു തരംഗവുമില്ല, ഇന്ത്യ മുന്നണിക്ക് 295 സീറ്റ് ലഭിക്കുമെന്ന് രാഹുൽ ഗാന്ധി ആൻഡ് ടീം പറയുകയാണ്. ഇവിടെ എന്താണ് സത്യം? എക്സിറ്റ് പോളുകൾ വളരെ ശാസ്ത്രീയമായ അടിത്തറയുള്ള സംവിധാനങ്ങളാണ്. എക്സിറ്റ് പോളിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ചരിത്രപരമായി നോക്കുമ്പോൾ 80% ആണ് എക്സിറ്റ് പോളിൻ്റെ സക്സസ്. ഒപ്പീനിയൻ പോളിൻ്റെ ചരിത്രപരമായ സക്സസ് 74%, എക്സിറ്റ് പോളിൻ്റേത് 80%. ഇത് 1980-കൾ മുതൽ ഒപ്പീനിയൻ പോളുകളും എക്സിറ്റ് പോളുകളും വ്യാപകമായത് മുതലുള്ള കണക്കുകളാണ്. 1268 ഏജൻസികളാണ് ഈ കാലയളവിൽ 1980-നും 2024-നും ഇടയിൽ ഒപ്പീനിയൻ ആൻഡ് എക്സിറ്റ് പോളുകൾ നടത്തിയത്. അതിൽ തന്നെ 600-ൽ പരം ഒപ്പീനിയൻ പോളുകളും 648-ഓളം എക്സിറ്റ് പോളുകളുമാണ്. അതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 80% ആകുമ്പോൾ എക്സിറ്റ് പോളുകളെ പ്രകടമായി അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവിശ്വസിക്കുന്നത് ഇവരും അത് മുന്നണികളുടെ തന്ത്രമായിട്ട് തന്നെ കണക്കാക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ ഈ UDF ആണ് ഇക്കാര്യത്തിൽ ഒരു വെട്ടിൽ വീണിരിക്കുന്നത്. ചില UDF നേതാക്കൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കേരളത്തിൽ എക്സിറ്റ് പോളിന് അത് ശരിവെക്കുന്ന രീതിയിൽ. കാരണം 20-ൽ കൂടുതൽ സീറ്റുകൾ UDFന് എന്തായാലും പറയാൻ പറ്റുകയില്ലല്ലോ കേരളത്തിൽ. അതുകൊണ്ട് നാഷണൽ ലെവലിലേക്ക് അവർ പോകും, ഞങ്ങൾ അതിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല എന്ന്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ അവർ ഒറ്റയടിക്ക് BJP ട്രാക്കിലേക്ക് മാറുകയാണ്. BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റുകയില്ല, അങ്ങനെ ചില എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ടല്ലോ, അത് ശരിയല്ല എന്ന രീതിയിൽ. ഈ തന്ത്രം നമുക്ക് അറിയാവുന്നതാണ്.